അല്ലേ? വ്യസന സമയത്ത് സിനിമയെ പറ്റി ചോദിക്കണം പറഞ്ഞോട് ചോദിക്കാണ്. നിങ്ങൾ ഞാൻ സിനിമയെ പറ്റി ചോദിക്കുകയല്ലേ നീ വന്നു? വേറെ കാര്യം കാണുമ്പോ ചോദിക്കാന്ന് വെച്ച് മാറ്റി വെച്ചതാ. എമ്പുരാൻ പെർഫോമൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒബിയേട്ടാ ഭയങ്കര എന്റെ പെർഫോമൻസ് അല്ലേ ഭയങ്കര. അല്ല, ഞാനത് എപ്പോഴും നോട്ട് ചെയ്തൊരു കാര്യമാണ്. ഞാൻ പ്രൊമോഷൻ എടുത്ത പടങ്ങളൊന്നും ഇന്ന് വരെ ജയിച്ചില്ല. നീ എത്ര സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്തു? നമ്മളതൊക്കെ പൊട്ടിയില്ലേ? നമ്മൾ അന്ന് ചെയ്തൊക്കെ ടോമിക്ക് സത്യോ ഇതോ നിനക്കോ? ഞാനൊരു കാര്യം ചോദിച്ചോ, ഇത്രയും മുടിയുള്ള ഒരാളിനല്ലേ ഇത് വയ്ക്കാനുള്ള ധൈര്യം വരുള്ളൂ? എന്തുകൊണ്ട് ഈ ഒരു ലുക്ക് എടുക്കണം തോന്നി? നീ വരുന്നെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ കുറച്ച് വൾഗറായിട്ട് വരാൻ പക്ഷെ ചോദിക്കാതെ നീ ഒരു കാര്യം ഇവിടെ നീ ഇവിടെ ഞാൻ ഇതല്ല വേറെ മാർഗം. അഭിനയിക്കുന്ന പടവും ജയിക്കുന്നുണ്ടോ? നിങ്ങൾ അഭിനയിച്ച എല്ലാ പടവും ജയിക്കുന്നുണ്ടോ? അല്ല, അതല്ല ഞാൻ പറയാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇന്റർവ്യൂ അഭിനയിച്ചില്ല. കിലുക്കത്തില് ജയസിച്ചേട്ടൻ പറഞ്ഞത് എന്തോന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനന്ന് അന്വേഷിച്ചു ഈ മനുഷ്യനെ പറ്റി. നിങ്ങള് ട്രിവാൻഡ്രത്തെ റൗഡിയാണ്, അതാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. സീരിയസ്ലി ഞാനില്ല, എനിക്ക് ആ കൂടി ഇതുപോലൊരു പ്രൊമോഷൻ ജീവിതത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഒരു പേര് കിട്ടാത്തൊരു പേരല്ലേ? വ്യസന സമേത വല്ലാത്ത പേര് തന്നെ. ഞാൻ അന്നോട്ടാ പറയണേ പേരിടരുത്. മലയാളത്തിൽ ഒരു ശ്വാസത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്നത് എനിക്കാവുന്നില്ല. ഒരു ശ്വാസത്തിൽ ഒന്ന് വായിച്ചു തീർക്കും. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. എന്ത് മീഡിയ? വെറൈറ്റി മീഡിയ. ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഇന്റർവ്യൂ എടുക്കുമ്പോ ഒന്ന് പറയട്ടെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടൊരു വ്യക്തിയുടെ കൂടിയാണെന്ന് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ബൈജേട്ടൻ. ഞാൻ കാരണമൊന്നുമല്ല അവൾ ഈ കസേര ഇരിക്കുന്നത്. അവൾ ഓൾറെഡി കസേരയിൽ ഉണ്ടായിരുന്നു. ഞാൻ കാരണം അവള് കുറച്ച് പോപ്പുലർ ആയിരുന്നു. അന്ന് എനിക്ക് ടെസ്റ്റ് അടിച്ചത് തന്നെ, അതായത് ഞാൻ നിക്കണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടി. നമ്മുടെ ഷാഫിയുടെ സിനിമ, അതിന്റെ പ്രൊമോഷനായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ചെയ്തത്. അതെ, 2 വർഷം മുമ്പ് എടുത്ത ഇന്റർവ്യൂ ആണത്. 4 വർഷമാവും. 2021 22 3 വർഷം. ഇന്നും എന്നെ ആളുകൾ തിരിച്ചറിയുമ്പോ ഈ ഒരു ഇന്റർവ്യൂ പറയും. അതെനിക്ക് കിട്ടുന്നൊരു ഇന്റർവ്യൂ അല്ല, പടത്തിന്റെ പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ. ഇന്റർവ്യൂ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല. അതിനല്ലേ ഇന്റർവ്യൂ പറയാ, അതിനല്ലേ ഇന്റർവ്യൂ എന്ന് പറയുന്നേ. അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ കൂടി വെൽക്കം ചെയ്യാം. അസീസ്ക, നോബിച്ചേട്ടൻ, അശ്വതി ചേച്ചി. ഹലോ, വെൽക്കം, എല്ലാവർക്കും വെൽക്കം. ഫോൺ വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് നിനക്കിരിക്കാനേ സ്ഥലമില്ല. ഫോൺ ഉണ്ടായിരുന്ന ഇതിനിടെ കുത്തിക്കയറ്റി വയ്ക്കുന്നു. ഈ ചിലവർ ഹെൽമെറ്റ് ഇടയിൽ കൂടെ സംസാരിക്കുന്നുണ്ടോ ബൈക്കിൽ പോകുമ്പോ? അതുപോലെ ചോദ്യം നീ നിന്റെ കാര്യം നോക്കിയോട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ.
എനിക്ക് ഈ ലുക്ക് 3 കാണുമ്പോൾ കൊല്ലത്തിന് ശേഷം കൈ കിട്ടിയത്. അതെ 3 വർഷത്തിന്റെ ശേഷമാണ് ഞങ്ങൾ കാണുന്നത് തന്നെ അല്ലേ? അപ്പം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എവിടെയും കണ്ടു പരിചയമുണ്ടോ? ഈ ലുക്ക് ഞാൻ ഫസ്റ്റ് ആണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണെന്നറിയോ, നമ്മുടെ ഈ തങ്കി ലൈഫില്ലേ, അതിലൊരു തൊപ്പി ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ബൈജു ചേട്ടന്. താടിയില്ല നമ്മുടെ തഗ്ഗില്ലേ, അത് പറയുമ്പോ തരാരാ അലക്കോളില്ലേ ഉണ്ട്. അതങ്ങനെ പിടിച്ചെടുത്തോ. നടക്കാൻ പോകുന്നതെന്ന് അറിയാം. ഇവള് ഈ സിനിമയെ കുറിച്ച് ഒരു അക്ഷരം ചോദിക്കും, ഒരക്ഷരം ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കണം. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സംസാരം കഴിഞ്ഞിട്ട് അയ്യോ ഈ സിനിമയുടെ പേരെന്താ, ഇതാണ് ഇവള് ടീം. ഇതാണ് അല്ല വല്ലാത്തൊരു പേരും അല്ലേ? വ്യസന നിന്റെ സമയത്ത് സൗകര്യത്തിന് വേണ്ടി പേരൊക്കെ മാറ്റിയിടാൻ പറ്റുമോ? ഇതിനൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പേര് ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റുമോ? ഈ സിനിമയുടെ പേരെന്താ? വ്യസന സമയത്തും ബന്ധുമിത്രാദികൾ. ഹിന്ദുക്കളൊക്കെ മരിക്കുമ്പോഴേ സഞ്ജയന കാർഡിൽ അടിയിൽ വ്യസന സമേതം വ്യസന സമേതമാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ വെക്കും വരും. അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ വ്യസന സമയത്ത് അറിയിക്കുന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. അതാണ് ഈ വ്യസന സമയത്തിന്റെ അർത്ഥം നിനക്കറിയാവുന്നത്? സങ്കടപൂർവ്വം, സങ്കടത്തോടെ, ദുഃഖത്തോടെ, അതെ നമുക്ക് എന്തായാലും സന്തോഷത്തോടെ, നെഞ്ചിടിപ്പോടെ അല്ലേ? പക്ഷെ ഈ പടം സന്തോഷത്തോടെയാണ്. ഈ പടം സന്തോഷത്തോടെ അല്ല, വിഷമത്തോടെയാണ് തുടങ്ങുന്നത്, പക്ഷെ സന്തോഷമായിട്ട് അവസാനിക്കും. ഓക്കെ, ഇപ്പൊ നോബിച്ചേട്ടൻ ലുക്ക് നോക്കി, എല്ലാവരും ലുക്കിൽ ഒരു മാറ്റം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വേണ്ട, അഭിനയത്തിനെ പറ്റിയ മാറ്റം ഒന്നും വരുത്താൻ അല്ലേ? നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ മുഖത്തെന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ട, മീശയെടുക്കുക, താടി വയ്ക്കുക, അതൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച്. പക്ഷെ ഞങ്ങൾ ക്യാഷ് കുറയ്ക്കില്ല, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ ഒരു പൈസ ഞങ്ങൾ കുറയ്ക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ബൈജോട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഭയങ്കര പേടിയാ അവർക്ക്, എല്ലാവർക്കും നല്ല പേടിയാ. എന്താന്നറിയോ, വേറെ ഒരു ചോദ്യം ചോദിക്കാനില്ല, ഒരു ചോദ്യം ചോദിക്കാനില്ല, അതൊക്കെ തീർന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അടുത്ത് എന്ത് ചോദിക്കാന്നുള്ള അപ്പൊ കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഇത് ഇട്ടത്. നീ എന്ത് അഭ്യാസം എടുത്താലും ഞാൻ പിടിക്കും കേട്ടാ നൈനിഷ, ഞാൻ പിടിക്കും. അല്ല ബൈജോട്ട്, ഞാൻ ആക്ച്വലി പറയാ, ഇവർക്ക് ഒരു സാറ് ഉണ്ടാവില്ല നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു മുഷന്റെ ബഹുമാനമാണ് അത്. യെസ്, ബഹുമാനം കൊണ്ടൊരു പേടിയില്ലേ, സ്നേഹമുണ്ട്. അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഒരു അച്ഛനോടൊക്കെ തീർച്ചയായും നമ്മുടെ ഒരു അച്ഛൻ ഉണ്ടാവുമല്ലോ, അച്ഛനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും. അച്ഛൻ ഉണ്ടാക്കിയതാണോ നമ്മളെ അല്ലേ? ഞാനതല്ലേ ഇവിടെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. കാരണം വെച്ചാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ലതാണ്. ഇവിടെ എന്തൊക്കെയാ ചോദിക്കുന്നത്. ഈ നിമിഷം വരെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം തുടങ്ങിയിട്ട് 25 മിനിറ്റായി. ഇവള് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു വക അവള് ചോദിക്കല്ലോ, കൈയെടുത്ത്. ഇത് ഇവളുടെ ട്രിക്ക് ഇതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സിനിമയെ പറ്റി ചോദിക്കണം പറഞ്ഞോട് ചോദിക്കാണ്. അപ്പൊ സിനിമയെ പറ്റി ചോദിക്കല്ലേ നീ വന്നു? ഞാൻ പോകുന്ന കേട്ടോ, ഇത് ശരിയാവില്ല. ഞാനാണെങ്കിലേ വേണ്ടത് ഇതിനു വേണ്ടിയാണ് ഇവിടെ ഈ പ്രൊമോഷൻ വേണ്ടിയാ വന്നത്. പ്രൊമോഷൻ സംഭവം ഇവിടെ നടക്കുന്നില്ല. പിന്നെ ഒന്നുമില്ല, 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ നോക്കി നിങ്ങളോട് വേറെ കാര്യം കാണുമ്പോ ചോദിക്കാന്ന് വെച്ച് മാറ്റി വെച്ചതാ. എമ്പുരാൻ പെർഫോമൻസ് പറഞ്ഞു കൊടുക്കുന്ന നോബിയേട്ടാ, എന്റെ പെർഫോമൻസ് അല്ലേ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോ ഇവള് എന്തിട്ടാണ് വിളിക്കുന്നത്. സ്നേഹം കൊണ്ട് വിളിച്ചല്ല, ഗംഭീരായിരുന്നു സത്യം. അത് നിങ്ങൾ ഓരോരുത്തരും പെർഫോമൻസ് എനിക്ക് പറയാനുണ്ട് കേട്ടോ. എമ്പുരാൻ കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പെർഫോമൻസിന് പറയും. ആഗ്രഹിച്ചോണ്ടേ ഞാൻ എന്താ പറഞ്ഞു നേരത്തെ ഫെബ്രുവരിയിൽ പോയി. ഈ പടത്തിനെ പറ്റി 1/2 മണിക്കൂറായി.
ഞാൻ ചോദിക്കും അടുത്തത് ഈ പടത്തിനെ പറ്റിയാ, അടുത്ത ഈ പടത്തിനെ പറ്റിയാ. ഓക്കെ ഞാൻ ചോദിക്കും. ഓക്കെ ഇതൊക്കെ നിങ്ങളോട് എമ്പുരാനിൽ വീട്ടിൽ കാര്യം പ്രത്യേകിച്ച് നിങ്ങളടുത്ത് ഇല്ല അസിസ്ക അങ്ങനെ ഇത് കേൾക്കണം. ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല ചോദിക്കാൻ. അപ്പൊ കിടന്ന് എല്ലാരും കൂടി കിളി 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 അങ്ങനെ പറയരുത്. അങ്ങനെ മിണ്ടാണ്ടിരുന്ന എല്ലാം പോയി. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഈ എമ്പുരാനിലെ ആ പെർഫോമൻസിന്റെ ബൈജുവേട്ടാ അങ്ങനെ ഒരു 5 കാര്യം അങ്ങനെ എന്താ എനിക്ക് മറന്നു പോയി. സത്യത്തിൽ കുറെ ദിവസമായില്ലേ മുന്നേ കണ്ടതാ. 3 കാര്യം. ആ 3 കാര്യം എന്തായിരുന്നു? പറയുന്നേ നീ എമ്പുരാൻ കണ്ടതില്ലേ? കണ്ടു. ആ 3 കാര്യം നീ കേട്ടതില്ലേ? മറന്നുപോയി. ഞാനും മറന്നുപോയി. നിന്നേക്കാൾ മുമ്പാണ് ഞാൻ നീ പിന്നെയല്ലേ കണ്ടത്. ഞാൻ അതിനേക്കാൾ മുമ്പ് അഭിനയിച്ചില്ലേ നീ കണ്ടത്. പിന്നെ ഞാൻ അങ്ങനെ ഓർക്കുന്നത് അവസാനം കണ്ട് ഇവൾക്ക് ഓർമ്മയില്ല. 3 കാര്യങ്ങൾ. അതായത് ഒന്ന് അവർ പഴയ രൂപത്തിലായിരിക്കില്ല ഇന്നിവിടെ വരുന്നത്. പഴയ ഫോറിൻ കാറിലായിരിക്കില്ല. പിന്നെ എന്തോ 2 ഇനി ഒന്നുകൂടെ ഉണ്ട് അല്ലേ? പോലീസ് പിടിക്കുമ്പോ ഇങ്ങനെ എന്തോ പറഞ്ഞു. മഞ്ജു വാര്യർ പിടിക്കുന്നില്ലേ? മുമ്പല്ലേ പോലീസ് പിടിക്കുന്നത്? അതിന് ശേഷമാണല്ലേ? നിങ്ങക്ക് തീരെ ഓർമ്മയില്ല കേട്ടോ. ഇപ്പൊ എനിക്കായി കുറ്റം. ഇപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഹിറ്റാക്കി ഇത് പ്ലീസ്. എമ്പുരാനൊക്കെ വന്ന് ഹിറ്റായി പോയി. 300 കോടി രൂപ പ്രൊമോഷനിലെ സിനിമ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. നീ സത്യമായിട്ട് ഇന്ന് വരെ ജയിച്ചിട്ടില്ല. അല്ല ഞാനത് എപ്പോഴും നോട്ട് ചെയ്തൊരു കാര്യമാണ്. ഞാൻ പ്രൊമോഷൻ എടുത്ത പടങ്ങളൊന്നും ഇന്ന് വരെ ജയിച്ചില്ല. ശരി, എനിക്ക് നിന്നോട് അപേക്ഷയുണ്ട്. നീ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് സംസാരിക്കരുത്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയാം. ഈ സിനിമയെ കുറിച്ച് നീ ഒരു വകയും ഇനി സംസാരിക്കണ്ട. നീ ഇതുവരെ സംസാരിക്കാതിരുന്നത് ഭാഗ്യം. പക്ഷേ ഈ സിനിമ അത് മാറ്റിമറിക്കും. എന്നിട്ട് വേണം എനിക്ക് ഹിറ്റായിട്ട് ഒന്നുകൂടി നീ എത്ര സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്തു? നമ്മളതൊക്കെ പൊട്ടിയില്ലേ? നമ്മൾ അന്ന് ചെയ്തൊക്കെ ഇത് റിമി ടോമി അനിയത്തിയല്ലോ. ടോമിക്ക് സത്യോ ഞാനൊരു പേര് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആലോചിക്കുന്നത്. റിനി ടോമിക്ക് റിനി ടോമിലുണ്ടായിരുന്നു. ഇതിന്റെ പ്രൊമോഷൻ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മുതലായി. ഈ ഒറ്റ ഡയലോഗിൽ ഇത് മുതലായി. അത് കൊള്ളാം കേട്ടോ. റിനി ടോമിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ആരുടെ പേരാണ് പറഞ്ഞത്. ടിനി ടോമിലുണ്ടായത്. കറക്റ്റ് ഒരു വകതിരിവില്ല കേട്ടോ. എന്ത് എവിടെ പറയണമെന്ന് ഒരു ഇതിന്റെ പ്രൊഡ്യൂസർ വരും ചിലപ്പോ അതല്ല അവരറിയരുത് ഞാൻ എടുക്കുന്ന പടങ്ങളൊക്കെ. അല്ലല്ല ഒരു കാര്യമുണ്ടല്ല സീരിയസ് ആയിട്ട് കേട്ടോ അശ്വതി. ഇവള് പ്രൊമോഷൻ ചെയ്ത പടങ്ങൾ ഓടിയിട്ടില്ല എന്നുള്ള കാര്യം ഇനിയുള്ള ഒരു പ്രൊഡ്യൂസർമാരെ അറിയരുത്. നമ്മളാരും പറയാം. അതല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്. പറയണ്ട. വേറെ സത്യം പറയട്ടെ. ഈ പടത്തിൽ പണം മുടക്കിയിരിക്കുന്ന ബൈജേട്ടൻ. ഞാനത് ലാസ്റ്റ് പറയാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇതെങ്ങനെ? ഞാൻ മനഃപൂർവ്വം ഞാനായിട്ട് എടുത്തല്ല. ഇത് എടുത്തെടുത്ത് വന്നപ്പോൾ ഇവരെ കാശ് ഞാനാണെങ്കിൽ അഭിനയിച്ചും പോയി. അതാണ് 70% ഇവർക്ക് കാശ് കൊടുക്കണ്ടേ. എൻ്റെ 1 കോടി രൂപ കടന്നു. 1 കോടി. അത് ആദ്യത്തെ കളക്ഷൻ എനിക്ക് തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കും. നീ ഒന്ന് എണീറ്റ് പോവോ? ഞാൻ എങ്ങനെയെങ്കിലും അന്ന്
പൈസ കിട്ടണ്ടേ ആദ്യത്തെ 2 ദിവസം കൊണ്ട്. പക്ഷെ ഇത് മാറ്റി മറിക്കും ഇല്ലേ? അഭിനയിച്ച നിങ്ങളിൽ കോൺഫിഡൻസ് എനിക്ക് കാണണം. ഇത് മറിക്കും, ഇത് ജയിക്കും. ജയിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വിളി വിളിക്കും. ഞാൻ വിളി വിളിക്കുന്നുണ്ട്. പൈസ കിട്ടിയെന്ന് വെച്ചിട്ടില്ലേ നീ വിളിക്കുന്നത്? ഒരാഴ്ചയെങ്കിലും ഓടിയില്ലെങ്കിൽ ഇട്ട കാശ് കിട്ടൂല. കിട്ടുന്നേ ഓടുന്നേ അത് ഓടണമെങ്കിൽ നീ ഈ സിനിമയെ കുറിച്ച് ഒരു കാര്യം സംസാരിക്കരുത്. ഇല്ല പറയരുതെന്ന് പറയുന്നു. ഞാൻ നീ ഈ സിനിമയുടെ പേരാന്ന് തെറ്റിക്കാതെ പറഞ്ഞ വേറെ ചോദ്യം. സമയത്തും ബന്ധുമിത്രാദികൾ അല്ലേ? ശരിക്കും ഈ ബന്ധുമിത്രാദികൾ എന്നൊക്കെ സിനിമയിൽ പറയണ്ടല്ലോ അല്ലേ? കോഴിക്കോട് ബന്ധുമിത്രാദികളൊന്നും ഇല്ലേ? ഉണ്ട്, ബന്ധങ്ങളും മിത്രങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഈ അസീസ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. അസീസ് ഖാൻ, നിങ്ങളുടെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. അതായത് മനസ്സിലായി. നിനക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ പുള്ളി വളർന്നതായിട്ട്. പുള്ളിയുടെ മീശയൊക്കെ ഇറങ്ങി വളർന്നതാണ്. താടി വളർന്നു. അതല്ലേ പറ്റുട്ടാ നമ്മുടെ പിന്നെ മുടി വെച്ച് പിടിപ്പിച്ചു പിടിപ്പിച്ച്. നിങ്ങളെ തൊപ്പി മുടിയുണ്ട്. ഇവിടെ വിചാരിച്ചതറിയാം ഈ തൊപ്പി മാറ്റുമ്പോ കഷണ്ടി കണ്ടോ? ഇതോ നിനക്കോ? ഞാനൊരു കാര്യം ചോദിച്ചോ, ഇത്രയും മുടിയുള്ള ഒരാളിനല്ലേ ഇത് വയ്ക്കാനുള്ള ധൈര്യം വരുള്ളൂ? ഏതെങ്കിലും മുട്ടത്തല വിഗ് വെച്ച് അല്ല തൊപ്പി വെച്ച് നടക്കും, തല വേർക്കൂലേ? ലുക്ക് എടുക്കണം തോന്നി. നീ വരുന്നെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ കുറച്ച് വൾഗറായിട്ട് വരാൻ ശരിക്കല്ലേ? നല്ല വൾഗറായിട്ടങ്ങള് ആ താടിയോടി ഒന്ന് കറപ്പിക്കായിരുന്നു. അതുകൂടി വന്നാൽ കറക്റ്റ്. ഇപ്പൊ ഡാഡീസ് ഞാൻ നോക്കത്ത്, അത് കുഴപ്പമില്ല. ഏത് ഡാഡി? ഷുഗർ ഡാഡിയോ അതോ മറ്റേ ടെൻത്ത വൈബോ? ഏതും പേടും. അപ്പൊ ഞാൻ കണ്ടിന്യൂ. സിസ്ക എന്ന് പറയുന്നത് നമ്മളെന്നും ഏഷ്യാനെറ്റിൽ കണ്ടു, നിങ്ങളെയും കണ്ടു. നീ രണ്ടുപേരും ഒരേ സമയത്ത് പോലത്തത് ആദ്യം കഴിഞ്ഞിട്ട് വിലക്ക് വരാം അല്ലേ? അല്ല നീ ഫീൽ ചെയ്താലോ എന്ന് എനിക്കൊരു തോന്നല്ലേ. പുള്ളി അതേ മേഖലയിലാണല്ലോ. അശ്വതീച്ചി ഞാൻ വരൂ കേട്ടോ, ഇതൊന്ന് കഴിയട്ടെ എന്ന് അശ്വതി സൈഡില് ഇത് ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ അവിടെ കൊണ്ടുവന്ന് ലൈറ്റും പറ്റുന്നുണ്ട്. അത് അശ്വതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ നോക്കണം. അല്ലെങ്കിൽ ഒരു ചുമ തുമ്പൽ അല്ല, കറക്റ്റ് ഇവിടെയാണ് വെറൈറ്റി വഴി. അശ്വതീച്ചി ബൈജേനെ പറ്റിട്ട് 5 കാര്യം പറഞ്ഞേ. എന്റെ വിട്ട 5 കാര്യം ബൈജേനെ പറ്റി. അല്ല, ഇതാണ് നിന്റെ കുഴപ്പം. നിനക്ക് നീ ഒരിക്കലും ഒരു പ്രൊമോഷൻ പറ്റിയ ആളേ അല്ല. ഞാൻ അസീസിനെ പറ്റി പറയാന്ന് പറഞ്ഞ് വന്നിട്ട് ഇവർക്ക് മറവിയാണെന്ന്. നീ ഇപ്പൊ എന്തിനാണ് നിങ്ങളിത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞ് ഇതാക്കി കൊണ്ടുവന്നപ്പോ ഈ ചേച്ചിനെ പറഞ്ഞു പാവാണത്, ശരിയാ, സൈഡിലായിരിക്കും. അത് സൈഡിലാണ് മടി പോയിരിക്കും. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതുപോലെ ഞാൻ പൊതുവെ ആരെയും മടിയിൽ നീ ചോദിക്കും. അല്ല, നിന്റെ മിടുക്കെന്ന് പറയുന്നത് അശ്വതി ഒരു കലക്കൻ ആർട്ടിസ്റ്റാണ്. ചേച്ചി 5 കാര്യങ്ങൾ നമ്മൾ ബൈജുവിനെ പറ്റി പറയണം. എന്നെ പറ്റിയാ? അശ്വതിയെ പറ്റി നീ ചോദിക്കുന്നില്ല. അശ്വതീച്ചി നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അശ്വതീച്ചി ഇതിൽ നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്. അനശ്വരയുടെ അമ്മയാണ്. അച്ഛൻ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കലക്കുന്ന കാണാൻ ഞങ്ങളൊക്കെ വരും. അപ്പൊ ഇപ്പൊ ഈ മനുഷ്യൻ നമുക്ക് കലക്കാം. പറയൂ. അശ്വതി എവിടുത്തെ കാര്യമാണ്? അശ്വതി എവിടെയാണ് താമസിക്കുന്നത്? അശ്വതി എങ്ങനെയാണ് ഈ പടത്തിന്റെ ഭാഷ, ഈ കഥാപാത്രത്തിന്റെ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതൊക്കെ ചോദിക്കാതെ നീ ഒരു കാര്യം ഇവിടെ ഞാൻ അവിടെ ഇരിക്കാം. നീ ഇവിടെ എനിക്ക് നിന്നോട് ഇതല്ല, വേറെ മാർഗം. ഈ നൈനിഷയോടുള്ള എൻ്റെ ചോദ്യം, ഈ ബിസിനസ് സമേത ബന്ധുമിത്രാദികൾ എന്നുള്ള പേര് നീ കോഴിക്കോടുകാരിയല്ലേ? അവിടെയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുമോ? എങ്ങനെ, എന്താ അർത്ഥത്തിലാണ് മനസ്സിലാവുന്നത്? ബിസിനസ് സമേതം സങ്കടം നമുക്ക് അത് ഓരോ ഡിഫറൻസാ. ഓരോരുത്തർ മരിക്കുന്ന പോലെ ഇരിക്കും.
നമുക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തർ മരിക്കുമ്പോൾ ഓരോ ദുഃഖമാണ് വരുന്നത്. അതെ അല്ലേ, എല്ലാരും മരിച്ചാലും നമുക്ക് അത്രയും വണ്ടാരടിഞ്ഞാണെങ്കിൽ പോട്ടാതിരിക്കും. അങ്ങനെ മരിച്ചെന്ന് പോട്ടെ എന്തായാലും അത് ഓരോ അവള് പറഞ്ഞ കറക്റ്റാണ്. അത് ഓരോരുത്തരും മരിക്കുമ്പോൾ ഓരോ സ്കെയിലുണ്ട്, വിഷമത്തിന്റെ ഫീലിങ്സിന്റെ അളവ് വേറെ വ്യത്യാസമുണ്ട്. നീ ഈ സിനിമ കാണുമോ? സത്യമായിട്ടും കാണും. ശരി, എന്നാ ഇവിടെ വന്നിട്ട് നല്ല സുഖമല്ലേ ഇവിടെ ഇരിക്കുക? അവിടെ ഇരിക്കുക അത്ര സുഖമല്ലല്ലോ. കുറച്ച് ബുദ്ധിമുട്ട് ഇവിടെ ഇരുന്ന് ചോദിക്കാന്ന് വെച്ചാ. ഇതുപോലൊരു പ്രൊമോഷൻ ജീവിതത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിക്കാണ്. ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകും, അത് മനസ്സിലാക്കിക്കോളി. ഇത് വേറെ ഇനി അവസാനം പ്രേക്ഷകർ പറയും നൈനിഷയും ബൈജിച്ചേട്ടന് മാത്രമുള്ള ഇന്റർവ്യൂ മതി. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കാണ്. ട്രിവാൻഡ്രത്തെ ഞാൻ അന്ന് അന്വേഷിച്ചു ഈ മനുഷ്യനെ പറ്റി. നിങ്ങള് ട്രിവാൻഡ്രത്തെ റൗഡിയാണ്, അതാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. സീരിയസ്ലി ഞാനില്ല, എനിക്ക് ആ കൂടി നീ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടറിന്റെ മുഖത്ത് നീ ഞാൻ റൗഡി എന്ന് ഈ കോൺസെപ്റ്റ് ആലോചിക്കുമ്പോ അണ്ണ ഉച്ചക്ക് കയ്യിൽ കൊടുത്ത് തിരുവനന്തപുരത്ത് അയ്യോ ഇനി നീ ഒരു പടം പ്രൊമോട്ട് ചെയ്യുന്ന എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? ആ റൗഡിത്തരം ഉണർന്ന് കണ്ടോ? ഇനി എന്താ ജീവിക്കാൻ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് എപ്പോഴും ഉള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ബൈജുവേട്ടനാണുള്ളത്. അപ്പൊ ജസ്റ്റ് ഈ വിളിക്കുന്ന വർഷത്തിലിരിക്കുക. അതെ, അതെന്താന്നറിയാം, ബിസി മാൻ ആണ്, നമ്മൾ ശല്യം ചെയ്യരുത്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാറ്. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഇനി നീ വിളർച്ചയാ അല്ലേ? അല്ലേ? കുറച്ച് മലയാള വാക്കുകളൊക്കെ അവള് പഠിച്ചു വെച്ചിട്ടുണ്ട്. നീ അന്യെങ്കിലും അശ്വതിയുടെയായിരിക്കും. അശ്വതീച്ചിന് പാവം. അശ്വതീച്ചി പറയും അശ്വതീച്ചിനെ പറ്റി. അശ്വതീച്ചി എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യാന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ക്ഷമിക്കണം, ക്യാമറമാനും നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ നമ്മൾ ഏതിന്റെ മീഡിയാണ്? വെറൈറ്റി മീഡിയ ക്ഷമിക്കുന്നത്. ഇതൊരു വെറൈറ്റി ഇന്റർവ്യൂ ആയിപ്പോയി. ഞങ്ങൾക്ക് ഇനി വയ്യ. ഈ പടം ഓടാതെ എന്തെങ്കിലും ഇതുപോലുള്ള ഐറ്റംസിന് എന്റെ 1 കോടി രൂപ പോയാലും ഇവിടെ വായിലിരിക്കുന്ന കേൾക്കട്ടല്ലോ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞോട്ടെ 6 മണിക്ക് എണീറ്റ് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന എന്ത് ചെയ്യുന്നു? ഇല്ല, അതല്ല, അത് ആ ഫ്ലോയില് വന്ന് അശ്വതീച്ചി എന്തായാലും പറയണം. നീ ഓരോ പിടിക്കാനൊന്നും വേണ്ട. അല്ല, അതാ അശ്വതീച്ചി എന്തായാലും പറയണം. അശ്വതീച്ചി അശ്വതീച്ചി പറയും. അശ്വതീച്ചി കേക്കട്ടെ, ആ ക്ലീനാഥും ഞങ്ങളും. എന്റെ പേര് അശ്വതി. ആയിക്കോട്ടെ, എന്റെ സ്ഥലം തിരുവനന്തപുരത്താണ്. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണോ? നേരത്തെ പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ ഒരു ധ്വനിയുണ്ട്. ഇല്ല, ഞങ്ങള് കേട്ടിട്ടില്ല. അല്ല, നിങ്ങളെ പറ്റി ഒരു പേടി കൊണ്ട് പറയണ്ട. നീ എന്താ പറഞ്ഞു വരുന്നത്? തിരുവനന്തപുരത്ത് ആരാണെന്ന് പറഞ്ഞ പേടി? ഇത് ബൈചേട്ടനെ റൗഡിയാക്കുന്ന ഒരു പ്രൊമോഷനാണ്. എന്താ എനിക്ക് ഇവളെന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. സമൂഹത്തിൽ ആരും റൗഡികളാവുന്നില്ല, സമൂഹമാണ് റൗഡി ആക്കുകയാണ്. ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബൈചേട്ടൻ റൂമിൽ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. ഞാൻ അല്ല മറ്റത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഞാൻ ആ ക്വസ്റ്റ്യൻ മാത്രമേ പ്രിപ്പയർ ചെയ്ത് വന്നുള്ളൂ. അതെനിക്ക് ചോദിച്ചേ പറ്റൂ. അല്ല, അസീസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ പിന്നെ വരാമേ. അപ്പം തന്നെ ചെന്ന് ഇവിടെ പിന്നെ അപ്പം തന്നെ ചെല്ലു. പക്ഷെ നടുക്കായിട്ട് നമ്മളെ ക്ലോസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ 1 കോടിയുടെ ഫോട്ടോ നോക്കി ഇത് നോക്കി അല്ല അസിസ്ക ഞാൻ പറഞ്ഞില്ല അത് ഞാൻ എന്തായാലും ചോദിക്കും കുറച്ച് നേരമായി. ചേട്ടാ ഒരു മിനിറ്റ് ഇത് ഞങ്ങളെ പൊക്കുന്നതാ കേട്ടോളി കാശ് പോയില്ലേ എൻ്റെ 1 കോടി ആൾക്കാർ സിനിമ കേട്ടോ. 1 കോടി ആളിത് കണ്ടിരിക്കും. നിങ്ങൾ ബെറ്റനുണ്ടോ? എന്തായാലും ഇത് കയറിയിരിക്കും. ഈ സിനിമ ജയിച്ചിരിക്കും. കാരണം എന്താ പറയുക, ഈ വിപിൻ പിന്നെ ഇവരൊക്കെ എടുത്ത പടം ഹിറ്റാണ്. വാഴ ഹിറ്റായിരുന്നു. എത്ര എടുത്ത് വരും വാഴ അല്ല ഞാൻ നിങ്ങൾക്ക് നല്ല വിപിൻ ദാസും ഇവരെല്ലാം കൂടെ എടുത്തൊക്കെ ഹിറ്റാണ്, ഒരുപാട് ഹിറ്റാണ്. നോബി ചേട്ടാ നിങ്ങളിത് കേൾക്കണം. ഈ വിപിൻ ദാസ് എന്ന് പറയുന്ന ആളെടുത്ത പടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ശരി, വിപിൻ ദാസ് ഏതൊക്കെ എടുത്തത്? എനിക്ക് അറിയുന്ന ജയ ജയ ഹിറ്റാ, ഗുരുവായൂരമ്പലനാട് ഹിറ്റാ, വാഴ ഹിറ്റാ, ഇനി ഇതു ഹിറ്റാ. കാര്യം ഇത് ഓ അത് മറ്റേ ഇത് നുണക്കുഴി അങ്ങനെ എന്തോ വേറെ അല്ലല്ല അതിന്റെ അങ്ങനത്തെ ഒരു പേരുള്ള ഒന്നുകൂടി ഉണ്ട്. അന്താക്ഷരി. അന്താക്ഷരി. യെസ്, അത് നല്ല സിനിമയായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ എന്താ നൂറമാലി മുത്തുകാവ്, പക്ഷെ അത് കണ്ടില്ല. അത് കാണാൻ ഓടണ്ടേ? ഓടിയില്ല അത്. അത് കണ്ടില്ല പറയേണ്ട കാര്യമില്ല. ഓടിയില്ല. അതെന്നാ അതായത് ജയ ജയ മുതലാണ് പുള്ളിയുടെ ഹിറ്റ് വരുന്നത്. അതിനുശേഷമാണ് പുള്ളി അങ്ങോട്ട് ജയ ജയ ഞാൻ എന്തെങ്കിലും പറയാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാം. ശ്രദ്ധിച്ചിട്ട് എന്താ ചെയ്യാ? അപ്പൊ ഈ സിനിമയുടെ എനിക്ക് തോന്നി ഏറ്റവും വലിയ മെഡിക്കാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല കാര്യം അവിടെ അതല്ല ഏറ്റവും ഞാൻ കണ്ണോട് നോക്കുമ്പോ തന്നെ ഇങ്ങനെ ഈ ടീമിന്റെ പടം അങ്ങനത്തെ 1 കോടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഹിറ്റ് കാരണം ഇതൊരു കോമ്പിനേഷൻ ആണ്. ഗുരുവായൂരമ്പല നടയുടെയും മറ്റേ വാഴേന്റെ ഒരു കോമ്പിനേഷൻ ഇതിലുണ്ട്. ഗുരുവായൂരമ്പല നട ഞങ്ങളില്ലേ ഉണ്ട്, ആളുകളുണ്ട്, ആ ആളുണ്ട് അതിനുള്ള അപ്പൊ അത് രണ്ടും ഇത് ഹിറ്റ് ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഹിറ്റായാലും ഞങ്ങൾ ഫോൺ ചെയ്ത് വിളിക്കും. നീ പ്രൊമോഷൻ ചെയ്തൊന്നും ഹിറ്റായില്ല, അത് സത്യം, അത് സത്യം. വാഴയില ഇതും ഗുരുവായൂരമ്പലയുടെ ഒരു സാധനം കിടപ്പുണ്ട്, അതുകൊണ്ട് ഇത് ഹിറ്റാണ്. മറ്റേ പറ പടമൊന്നും വിജയിക്കില്ലല്ലോ, അത് വിജയിക്കില്ല, അതെനിക്കറിയാം. എല്ലാം പറയണത് സത്യം കേട്ടോ, നീ ഒരു സംഭവം. അതല്ല ഇപ്പൊ എല്ലാരും അഭിനയിക്കുന്ന പടവും ജയിക്കുന്നുണ്ടോ? നിങ്ങൾ അഭിനയിച്ച എല്ലാ പടവും ജയിക്കുന്നുണ്ടോ? ഉണ്ടോ? ബൈജേട്ടൻ അഭിനയിക്കുന്ന എല്ലാ പടവും ജയിക്കുന്നുണ്ടോ? ഇല്ല. അല്ല സ്വാഭാവികം അല്ലേ? അല്ല അതല്ല ഞാൻ പറയാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇന്റർവ്യൂ അഭിനയിച്ചില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ? ആ കിലുക്കത്തില് ജയസിച്ചേട്ടൻ പറഞ്ഞത് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിളിച്ചത് പോയി. ഞാൻ എത്ര പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു, ഇത്ര പ്രിപ്പയർ അതെ അതെനിക്ക് സത്യം മറന്നുപോയി. ഇപ്പൊ എനിക്ക് തീരെ ഓർമ്മ കിട്ടുന്നില്ല. അതെന്താ ഡിഗ്രി പാസ്സാ, ബികോം പാസ്സാണ്. പിന്നെ ഞാൻ നോബിച്ചേട്ടനോട് പറയാൻ വിചാരിച്ച കാര്യമാണ്. നോബിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നേരത്തെ, നോബിച്ചേട്ടനെയും ഈ ജോമോനും ഒരുപോലെ ഇല്ലേ കാണാൻ? നോക്കി തിരിഞ്ഞു നോക്കി ഇല്ലേ? ശരിക്കും അച്ഛനെയും മോനെ പോലെ തന്നെ ഇല്ലേ? ഇല്ലേ? അതായത് മറ്റേ അവനും മോള് മേലെ ഇവള് ഇതുവരെ പറഞ്ഞില്ലേ ഇവന് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? 5 പോടാ 45 ഇല്ല 37 അല്ല 40. ശരി, 37 വർഷം പറഞ്ഞത് 86. അപ്പൊ അതല്ല അപ്പൊ 39. 86 ആകുമ്പോ 39. ശരി. വിക്കിപീഡിയയിലെന്തോ തപ്പരുത്, അതിന് ഞാൻ കുറച്ചിട്ടേക്കാണ്. കുറച്ചാലും കൂട്ടിയാലും കിട്ടുന്ന പടം കുറച്ചാലും കൂട്ടിയാലും
പറഞ്ഞാൽ കുട്ടി ഇപ്പൊ കിട്ടുന്ന പ്രായം കുറച്ച് നസ്ലിന്റെ ക്യാരക്ടർ ഒന്നും കിട്ടൂല. അല്ല വയസ്സ് കുറച്ച് പറഞ്ഞാലും കൂട്ടി പറഞ്ഞാലും ആഴ്ചയിൽ എനിക്ക് ഡൈ ചെയ്യണം. അതെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി വയസ്സ് കുറയും തോറും നര കൂടുന്നു. എന്താണെന്ന് പക്ഷെ കൊള്ളാം അല്ലേ? ഏത് ലുക്ക് കൊള്ളാം. ആ ലുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് പൊതുവെ ഇന്റർവ്യൂ ഉള്ളതെന്ന് പറയാം. എനിക്ക് മറ്റേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അസിസ്ക അല്ല ഇനി ലാസ്റ്റ് എല്ലാവരും ഈ പടം പോയി കാണണമെന്ന് ഞാൻ പടം ഇതുവരെ അല്ലല്ല ഈ ഇന്റർവ്യൂ ആൾക്കാർ കണ്ടാൽ ഈ പടം കാണും. അതെ കാണും. അതെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യണം. അല്ല എന്താണെന്ന് അത് ചോദിച്ച് പൂർത്തിയാക്കുക. പൂർത്തിയാക്കുന്നതെന്നറിയാണെങ്കിൽ എന്നാ സാധാരണ ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂവിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ വെള്ളം കുടിക്കണത് ഇന്റർവ്യൂ ചെയ്യുന്നുള്ള വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് കുപ്പിയെ തറ ഇട്ട് അസിസ്കനെ ചോദിച്ചിട്ട് അസിസ്ക ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നമ്മൾ ശരിക്കും കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് സീരിയസ് ആണ് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ വരുന്നു അല്ലെ? ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ എന്നും ഇവരുടെ മുഖങ്ങൾ കാണുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു പെട്ടെന്ന് അങ്ങോട്ടേക്ക് 40 വയസ്സായി അല്ലേ? ഓക്കെ, ആ ഒരു ജേണി ഇപ്പൊ നോക്കി കാണുമ്പോ എന്ത് തോന്നുന്നു? അഭിമാന നിമിഷം. ഇപ്പൊ ബൈജുവേട്ടന്റെ കൂടെ വരെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിലെന്ത് തോന്നുന്നു? ഇടയ്ക്ക് വൈച്ചേട്ടനായിട്ട് കുത്തു കറങ്ങി തിരിഞ്ഞിട്ട് നീ അസീസ്ക്കായിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ. എന്നെ വിട്ടാല് അസീസ്ക്ക ഒരു വീടും 2 ഫ്ലാറ്റും വാങ്ങിച്ചു കഴിഞ്ഞു. അത് നീ അറിഞ്ഞല്ലോ. ശരിക്കും ഞാൻ എന്റെ സ്വന്തം ഫ്ലാറ്റ് അതിന്റെ ലോൺ ഇതുവരെ അടഞ്ഞു തീർന്നിട്ടില്ല. ഒരെണ്ണത്തിന്റെ ഇവിടെ 2 വീടിന്റെ എത്രാമത്തെ ഫ്ലാറ്റിന്റെ നീ ഇപ്പൊ തൽക്കാലം ഒരു ഫ്ലാറ്റിന് ലോൺ കാര്യം അറിഞ്ഞാൽ ബാക്കി എടുക്കുമ്പോ നിന്നെ അറിയില്ല. ഇത് മതിയാക്കാൻ കേട്ടോ, അതാണ് നല്ലത്. ഷൂട്ടിംഗ് എവിടെയാണെന്നൊക്കെ ചോദിക്കും നീ നിനക്ക് ഇനി ചോദ്യം കൂടെ പറയാം. ഷൂട്ടിംഗ് എവിടെയായിരുന്നു? ഒന്നിച്ചു പറയാം. എന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ബംഗാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. ആരൊക്കെ അഭിനയിച്ചു? ഇനി ഇതിന് കൂടുതൽ ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല. ഡയറക്ടർ ആരെന്നറിയോ? അറിയാം. ആളുടെ എത്രാമത്തെ പടാന്നറിയോ? ചേച്ചിക്ക് മിണ്ടാനൊക്കെ ആളുടെ എത്രാമത്തെ പടം? അതോ അതറിയില്ല ചേച്ചി. ആളുടെ ഫസ്റ്റ് പടം. ഫസ്റ്റ് പടാണ്. നവാഗത സംവിധായകനാണ് അത്. ഓക്കെ, ഞാൻ സത്യത്തിലില്ലേ വിപിൻ ദാസ് എന്ന് പറഞ്ഞപ്പോ ഇതും വിപിനാണ്. അപ്പൊ ഞാൻ കരുതി ഇത് പുള്ളി ആ വിപിൻ ദാസിന്റെ പടമാണ്. ഞാൻ ഇവരാണ് ഇവര് പറഞ്ഞു. അപ്പോഴാ ഞാൻ കാരണം വിപിനാണ് ഈ പുള്ളി ഇത്രയും ഡയറക്ട് ചെയ്തും റൈറ്റ് ചെയ്തും ഒക്കെയാണ്. അപ്പൊ സ്വാഭാവികമായി പുള്ളിയുടെ പടം തന്നെയാണെന്നാണ് ഇത് ഞാൻ വിചാരിച്ചത്. എന്തോ എന്റെ ഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് ഫസ്റ്റ് കിട്ടി. അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ നേരെ അവരോട് പോയി ചോദിച്ചേനെ. നമ്മളെ ആദ്യം ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് കൊള്ളാം. അതെനിക്ക് അറിയാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അത് മോശം. ഈ പടം എല്ലാവരും കാണണം. അതെ, ജയിക്കണം വിജയിക്കണം. അതിന് മുന്നേട്ട് എനിക്ക് ബൈജു താങ്കളില്ലേ ഭയങ്കര ഞങ്ങളെ കണ്ടതിന് ശേഷമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് മറ്റേ ചൂരമീൻ അയിലമീൻ കോലമീൻ. അതെങ്ങനെ ഞങ്ങൾ ഇത്രയും പഠിച്ചു പറഞ്ഞു? സമയത്ത് പഠിച്ചു. ഇപ്പം ചോദിച്ച ഓർമ്മയില്ല. അതെനിക്ക് മനസ്സിലായി. കാര്യം ഇപ്പൊ ഒന്നും കഥാപാത്രത്തിന്റെ പേര് പോലും ഓർമ്മയില്ല ശരിക്കും. അല്ല, എത്ര മീൻ ഒരൊറ്റ ശ്വാസത്തിൽ എത്ര മീനിന്റെ പേര് പറഞ്ഞു നിങ്ങള് അല്ലേ? അതേപോലെ തഗ്ഗോട് തഗ്ഗായതായിരുന്നു ഇത് നമ്മുടെ അഡ്വക്കേറ്റിന്റെ വിഗതകുമാരൻ അല്ലേ? മലയാള സിനിമയിലെ ആദ്യത്തെ പടത്തിന്റെ പേരാണ് വിഗതകുമാരൻ. വികടകുമാരൻ. യെസ്, എന്തായാലും വീണ്ടും കണ്ടു പോകുന്നില്ലാണ്ട് മലയാള സിനിമ ഇവിടെ മാറ്റി മറിയും കേട്ടോ, ഒരു സംശയമില്ല. അതിലതേപോലെ ഭയങ്കര തഗ്ഗായിരുന്നു. അതൊക്കെ പോട്ടെ. നീ പിന്നെ ഈ 2022 ഫസ്റ്റ് ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ എത്ര പടങ്ങൾ ആരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തു? മറ്റേ ശരിക്കും ടെൻഷൻ ആയിരിക്കുന്നില്ലേ ഞാൻ ചെയ്ത പടം പൊട്ടി എന്ന് പറഞ്ഞപ്പോ? ഏതൊക്കെ പടം ചെയ്തെന്ന് പറയാം. ആരൊക്കെ നടന്മാരും നടിമാരും ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ പേര്. ആസിഫ് അലി ഉണ്ടായിരുന്നു, ടോവിനോ ഉണ്ടായിരുന്നു. ടോവിനോ ഇല്ല, രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാർ. ടോവിനോ ഇല്ല. അങ്ങനത്തെ കുറെ ധ്യാനിന്റെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷെ ഇതാണ് നിനക്ക് സ്ഥിരം കിട്ടാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇല്ല ഞാൻ ഒറ്റ പ്രാവശ്യം നീ എന്തെങ്കിലും മണ്ടത്തരം അവൻ്റെ അടുത്ത് ചോദിക്കും, അത് നിനക്ക് വൃത്തിയായിട്ട് തരാറുണ്ട്. ആ ഒരൊറ്റ ഇന്റർവ്യൂയോട് കൂടി പിന്നെ ധ്യാൻ എന്റെ ഇന്റർവ്യൂ വേണ്ടാന്ന് പറഞ്ഞു. ധ്യാൻ പറഞ്ഞു
ധ്യാൻ പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ചു. ധ്യാൻ പറഞ്ഞു ഇനി ഇവളുമായിട്ട് ഇന്റർവ്യൂ വേണ്ടെന്ന്. ഞാനങ്ങനെ പറയാറില്ല ആരെയും. പിന്നെ അതെ, പിന്നെ എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. ബൈജുവിന്റെ തന്നെ ഞാൻ അന്ന് എടുത്തതിന് ശേഷം പിന്നെ അന്ന് ഷാഫിക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോ ഇല്ല. ഇന്ന് പാവം ജീവിച്ചിരിക്കുന്നില്ല, നല്ലൊരു ഇതേപോലെ ഇരിക്കായിരുന്നു. ഞങ്ങള് ഇങ്ങനെ സംസാരിക്കുമ്പോ പുള്ളി ചേച്ചി പറഞ്ഞത് ഭയങ്കര ഒരു വല്ലാത്ത മരണമായി. അതെ, അത് ഭയങ്കര ഇപ്പൊ ഓർമ്മകളിൽ ഓർക്കുമ്പോ എന്താ ശരിക്കും ആ ചിരിച്ച മുഖമാണ് എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ പുള്ളി. അത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു അത്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ വ്യസനസമേതം നിർത്താം. ഇന്റർവ്യൂ നിർത്താം. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ ഇന്റർവ്യൂ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ചിരിച്ചോളി. അതായിരിക്കും നല്ലത്. അതെ, നല്ലോണം ഉഷാറിൽ പറയൂ. നമ്മുടെ പടം ആൾക്കാരുടെ ഞാൻ പറയാൻ പോവാണ്. ഞാൻ പറയും ജൂൺ 13 നമ്മുടെ വ്യസനസമേതം ബന്ധുമിത്രാദികൾ റിലീസ് ആവാണ്. ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്, എന്റെ പ്രൊമോഷൻ എടുത്ത് ചിത്രങ്ങൾ വിജയിക്കുന്നത് കുറവാണ്, പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ പടങ്കിലും ജയിക്കണം എന്നുള്ളത്. നിങ്ങളെക്കാൾ ആവശ്യമായിട്ട് ഇപ്പൊ എനിക്ക് വന്നിരിക്കുകയാണ്. കാരണം അത് ഓപ്പൺ ആയി പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കിതൊരു വെല്ലുവിളിയാണ്. ഞാൻ വേണ്ടാന്ന് പ്രൊഡ്യൂസർ പ്രത്യേകം പറയുന്നത് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ഇതൊന്ന് ജയിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഇനി നമ്മൾ കാണേണ്ടവരാണ്. താങ്ക് യു താങ്ക് യു സോ മച്ച്.